വിലക്കയറ്റം ഉണ്ടായപ്പോൾ സർക്കാർ കാഴ്ചക്കാരായി നോക്കി നിന്നില്ല എന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ 24-നോട് പറഞ്ഞു. പൊതുവിപണിയിലുള്ളതിനേക്കാൾ പകുതി വിലയ്ക്ക് വെളിച്ചെണ്ണ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിലൂടെ നൽകാൻ കഴിഞ്ഞു. എല്ലാവർക്കും റേഷൻ കാർഡ്, ആദിവാസി ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ എന്നിവയ്ക്കൊപ്പം വിശപ്പ് രഹിത കേരളം നടപ്പാക്കാനായതും അഭിമാനകരമാണെന്നാണ് മന്ത്രി ജി.ആർ. അനിൽ 24-നോട് അവകാശപ്പെട്ടത്. വലിയ വിലക്കയറ്റത്തിൻ്റെ ഭീതി ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഗവൺമെൻറ് കാഴ്ചക്കാരായി നിന്നിട്ടില്ല എന്നെനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. വലിയ വ്യത്യാസം മാർക്കറ്റും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുമായി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിച്ചു. ഇന്ന് കേരളത്തിൽ റേഷൻ കാർഡില്ലാത്ത ഒരു വ്യക്തിയോ ഒരു കുടുംബത്തെയോ നമുക്ക് കാണാൻ കഴിയില്ല. മുഴുവൻ ആളുകളുടെ കയ്യിലും ഇന്ത്യൻ പൗരനാണെന്ന് തെളിയുന്ന രേഖയുള്ള മുഴുവൻ കുടുംബങ്ങളുടെ കയ്യിലും ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യം എത്തുന്ന തരത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദിവാസി സങ്കേതങ്ങളിൽ ഉന്നതികളിൽ അവരുടെ കൺമുന്നിലേക്കാണ് ഭക്ഷ്യധാന്യം എത്താൻ പോകുന്നത്. ചെങ്ങറ സമര കേന്ദ്രത്തിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടയാണ്. പത്തനാപുരത്തും കോന്നിയിലും ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനത്തിന് പോവുകയാണ്. വിശപ്പ് രഹിത കേരളം യാഥാർത്ഥ്യമാക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള മലയാളിക്ക് പറയാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.